സ്വാഗതം. ടാരോ ലൈഫ് സ്റ്റോറീസ് എന്ന അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ അസാധാരണമായ ഒരു വനിതയാണ്. അതായത് 5 ദിവസം കൊണ്ട് ടാരോ പഠിച്ച് 7ാമത്തെ ദിവസം തന്നെ ടാരോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയും അതായത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 5000 രൂപയിലധികം ടാരോ റീഡിങ്ങിലൂടെ നേടുകയും ചെയ്ത ഒരു ഒരു വനിതയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അവരുടെ പേര് അഭില എന്നാണ്. അവർ തൃശ്ശൂരുകാരിയാണ്. കാരി എന്ന് വിളിക്കാൻ പാടില്ല, എന്നെക്കാൾ പ്രായമുള്ള വ്യക്തിയാണ്. ജൂൺ മാസം ആദ്യം ഞാൻ നടത്തിയ ബാച്ചിൽ, ജൂൺ 2024 ബാച്ചിലാണ് അഭില മാം വരുന്നത്. അപ്പോൾ ഞാൻ അഭില മാമിനോട് ചോദിച്ചു എങ്ങനെ പറ്റുമോ എന്ന്. അപ്പോൾ അഭില മാം പറഞ്ഞു എന്തും പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ 5 ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. പിന്നെ ഒരു വൈകിയതിന് കാരണം ഞാൻ ടാരോ കാർഡ് അയച്ചു കൊടുക്കാൻ വൈകിയത് കൊണ്ടാണ്. അവരുടെ അഡ്വാൻസ്ഡ് കോഴ്സ് ജോയിൻ ചെയ്തു. ഏറ്റവും അത്ഭുതകരമായ രീതിയിൽ അവർ പെട്ടെന്ന് പഠിച്ചു. യൂട്യൂബ് ചാനൽ സെറ്റ് ചെയ്തു. ഇന്ന് നല്ലൊരു ടാരോ റീഡർ ആയി കഴിഞ്ഞു. 1 മാസത്തിനുള്ളിൽ പരിഹാരങ്ങൾ പറയുന്നു. അപ്പോൾ മാം ആണ് ഇന്ന് നമ്മൾക്ക് ടാരോ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത്. അഭില മാം, വെൽക്കം ടു ടാരോ ലൈഫ് സ്റ്റോറീസ്. സ്വാഗതം. തിരക്കേറിയ ജീവിതത്തിൽ കുറച്ച് നമസ്കാരം സാർ. സമയമെടുത്ത് വന്നതിന്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ ടാരോയിലേക്ക് മാം വന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ടാരോനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്? ടാരോ എന്നൊരു ഇത് വരാൻ കാരണം ഞാൻ എന്റെ അടുത്ത് എനിക്കൊരു ഇൻഡ്യൂഷൻ കിട്ടിയിട്ട് 2013 ഒരു ഇൻഡ്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കാൻ വരും. അത് കുറെ ആൾക്കാർ എന്നെ കോൾ ചെയ്യും. അപ്പോ എനിക്ക് ഇവിടെ ഇരുന്ന എനർജി പുറത്താരോടും പറയാനുള്ള ഒരു അധികാരം, എനിക്ക് ഇൻഡ്യൂഷൻ കൊടുക്കാനുള്ള ഒരു അധികാരമില്ല. അങ്ങനെ എന്നെ കാണാൻ ഒരാള് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പേ വന്നു. അവരാണ് ഇങ്ങനെ ഒരു ടാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബിൽ ഇങ്ങനെ സംഭവം കണ്ടു. പക്ഷെ അയാൾക്കും ടാരോ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാറുന്നില്ല. എനിക്ക് ആ ലിങ്ക് അയച്ചു തരാൻ പറഞ്ഞു. ആ ലിങ്ക് അയച്ചു തന്നു. ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് ടാരോ കാണുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ടാരോ കാണിക്കുന്നുണ്ട്, എനിക്കൊന്ന് പഠിക്കണം പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡാണ്, ഒരു പക്ഷെ അങ്ങനെ തന്നെ പറയാം, എന്റെ ഹസ്ബൻഡാണ് എനിക്ക് മോട്ടിവേഷൻ തന്നതും ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം ഹസ്ബൻഡാണ്. ഗ്രേറ്റ്. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ അഭില മാമിനുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ സ്റ്റക്ക് ആവുന്നത്. വ്യൂവേഴ്സ് ക്ഷമിക്കണം. അപ്പോൾ അഭില മാം 2013 തൊട്ട് ടാരോ കാർഡൊന്നും ഇല്ലാതെ തന്നെ എന്താ പറയുക, ഇൻഡ്യൂഷൻ ഉപയോഗിച്ച് പറയാൻ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് ടാരോ എന്ന് പറയുന്ന ഒരു ഇതുണ്ടെന്നും. അപ്പോൾ 3 മാസം മുമ്പാണ് അറിയുന്നത്. അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. മാം, ടാരോയിലേക്ക് വന്നതിന് ശേഷം ജീവിതം എങ്ങനെയാണ് മാറിയത്? ടാരോ വരുന്നതിന് മുമ്പുള്ള ജീവിതം, കഴിഞ്ഞുള്ള ജീവിതവും? മുമ്പുള്ള ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കൊടുക്കാൻ എനിക്ക് കഴിയെങ്കിലും കൂടിയിട്ട് അത് എന്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ എന്നെ ആവശ്യമുള്ള ഒരുപാട് പേര് എന്റെ ചുറ്റിനും ദൂരെയൊക്കെ ഒരുപാട് വിദേശത്തുനിന്ന് പോലും എനിക്ക് ഇപ്പൊ പോലും സാറിനായിട്ടുള്ള ഈ ഇന്റർവ്യൂവിന് തൊട്ട് മുൻപ് പോലും ഒരു ലേഡി എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഒട്ടേറെ പേർക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ടാരോ വന്നപ്പോ എനിക്ക് പെട്ടെന്ന് ആ ഒരു എനർജി ഫീൽ ചെയ്ത്, ആ ടാരോയുടെ എനർജിയും എന്റെ എനർജി പെട്ടെന്ന് കണക്ട് ആയി. ഭയങ്കര ഹാപ്പി, ഒരു കോൺഫിഡന്റ് വന്നു. പെട്ടെന്ന് സാറിന് തന്നെ അറിയാം, ഞാൻ വളരെ വൈകിയാണ് റീഡിങ് പഠിക്കാൻ വന്നതും റീഡിങ് എടുത്തു തുടങ്ങിയതും പഠിച്ചു തുടങ്ങിയതും. പക്ഷെ ഞാനും ആ ഒരു ടാരോ കാർഡും ഭയങ്കര കണക്ട് ആയി, ഭയങ്കര ഒരു ബന്ധമായി. ഡെയിലി ഞാൻ ടാരോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. വെരി ഗുഡ് മാം, ഫണ്ടാസ്റ്റിക്. ഒരു ടാരോ വായനാനുഭവം വല്ലതും ഉണ്ടോ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 2 ആഴ്ചയിൽ ആർക്കെങ്കിലും അങ്ങനെ വല്ലതും പങ്കുവയ്ക്കാൻ? തീർച്ചയായിട്ടും ഒന്ന് ഉണ്ട്, പറയൂ. ഒട്ടേറെ ഉണ്ട്. കാരണം ഇപ്പോ അടുത്ത് തന്നെ മിനിഞ്ഞാന്ന് ഒരു വ്യക്തി എനിക്ക്, കോഴിക്കോടുള്ള ഒരു ലേഡിയാണ്, കൂടുതലും പെണ്ണ ലേഡീസ് ആണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ കോഴിക്കോടുള്ള ഒരു ലേഡിക്ക് വേണ്ടിയിട്ട് ടാരോ കാർഡ് എടുത്തു. ടാരോ കാർഡ് എടുത്തപ്പോ അവരുടെ വിഷമം അവർക്ക് ആരോടും പറയാൻ കഴിയില്ല. അവരുടെ വീട്ടുകാർക്ക് അറിയില്ല, ഫ്രണ്ട്സിന് അറിയില്ല, ആർക്കും റിലേറ്റീവ്സിനും ഒന്നും അറിയില്ല. പക്ഷെ ടാരോ കാർഡ് എടുത്തപ്പോ വ്യക്തമായിട്ട് അവരൊരു ഹ്യൂജ് എമൗണ്ട് കടം കൊടുത്തു എന്നുള്ളത് എനിക്ക് അവരോട് പറയാൻ പറ്റിയപ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അവരെന്നോട് തുറന്നു പറഞ്ഞത്. ആ സ്റ്റെക്കായിട്ട് ഒരുപക്ഷെ സൂയിസൈഡ് അറ്റംപ്റ്റ് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം വലിയൊരു എമൗണ്ട് ആണ്. തൊട്ട അടുത്ത വീട് ജപ്തി ചെയ്യുന്ന ഒരു അവസ്ഥയിൽ കൊടുത്തതാണ് ഈ ലേഡി ആ പൈസ. പക്ഷെ അവര് പറ്റിച്ചു പോട്ടോ എന്നുള്ള ഒരു ഇത് കൊടുക്കാൻ കഴിഞ്ഞപ്പോ അവരതിൽ ഭയങ്കര ഹാപ്പി. കാരണം ഞാൻ പറഞ്ഞു, കാരണം അവർക്ക് കൃത്യമായിട്ട് ഈ പൈസ കൊടുത്തതിന് ഒരു തെളിവും ഇല്ല. അപ്പൊ അത് കാരണം കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അബദ്ധത്തിൽ പോയി ചാടാതെ നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇപ്പൊ നമ്മളൊക്കെ പൈസ കൊടുക്കുമ്പോ എന്തെങ്കിലും ഒരു ഇതിന് തെളിവ് വെക്കില്ലേ? അപ്പോ ഒന്നും സ്ത്രീ ഇല്ല. പക്ഷെ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ വലിയൊരു എമൗണ്ട്, ഏകദേശം 14 ലക്ഷം രൂപയാണ് അത്.
അതാണ് കൃത്യമായിട്ട് എനിക്ക് ആ കാർഡിൽ 14 ലക്ഷം രൂപയും കാണിച്ചു അത് എന്നുള്ളതാണ് ശരി. അതിലും വലിയ അതിശയകരമായ ഭയങ്കരം കാര്യം. ഭയങ്കരം ഞാൻ ആ തുക ഔട്ട്സ്റ്റാൻഡിങ്. തന്നെ അവരോട് പറഞ്ഞു. ഉം. ആഹാ. ആ തുക തന്നെ അവരോട് പറഞ്ഞു. അതാണ് എനിക്ക് ഈ വലിയൊരു കറക്റ്റ് ആയിട്ട് അവരെന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പറയണ്ടാന്ന് പറഞ്ഞു. ആഹാ. അങ്ങോട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷെ എനിക്ക് ഈ ഒരു ഇൻഡ്യൂഷൻ ഉള്ളതും ടാരോ രണ്ടും കൂടി എനിക്ക് ആ ലിങ്ക് വന്നപ്പോൾ എനിക്ക് കൃത്യം അവരുടെ എമൗണ്ട് പോലും പറയാൻ കഴിഞ്ഞു. അതാണ് എനിക്ക് വലിയൊരു കാരണം ഇത്തിരി കൂടി നല്ലതായി തോന്നി. ടാരോ പഠിച്ചത് കാരണം കൊണ്ട് ഇത്തിരി കൂടി നല്ലതായി, എനിക്ക് നല്ല രീതിയിൽ തന്നെ റീഡിങ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അപ്പോൾ ഒരു ആത്മവിശ്വാസമായി സാറ്. വളരെ സന്തോഷം മാം. ഈ ടാരോ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള വനിതകളുണ്ട് മാം. അവരോട് എന്താണ് മാമിന് പറയാനുള്ളത്? ടാരോ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് സ്വന്തം അനുഭവം? ഇത് പേഴ്സണൽ പ്രാക്ടീസിന് എന്താ അഭിപ്രായം? സാർ ഒരു ബുദ്ധിമുട്ടില്ല. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. കാരണം സാറിന് അറിയാം, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ആ 10ാം ക്ലാസ് നിന്ന് ഫെയിലിയർ ആയ വ്യക്തി എന്ന എനിക്ക് ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. അതേപോലെ തന്നെ വീട്ടമ്മമാർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് കൊടുക്കുന്നത്. കാരണം അവർക്കൊരു പോക്കറ്റ് മണി അല്ലെങ്കിൽ അവരുടെ സ്വയം കാര്യങ്ങൾ ഒരു സ്വയം പര്യാപ്തത നേടാൻ ഒരുപക്ഷെ ഏറ്റവും നല്ല മാർഗം ഈ ടാരോ തന്നെയാണ്. വീട്ടിലിരുന്ന് ചെയ്യാമല്ലോ, ആരെയും പേടിക്കാതെ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ജോബ് എന്ന് തന്നെ പറയാം. അതിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇൻട്യൂഷന്റെ കാര്യമില്ല. നല്ല വ്യക്തമായിട്ടുള്ള പ്രാക്ടീസ് ചെയ്താൽ അവർക്ക് കൃത്യമായിട്ട് റീഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എനിക്കതാണ് തോന്നിയേക്കുന്നത്. എൻ്റെ ഒരു റീഡിങ്ങിൽ എനിക്ക് തോന്നിയേക്കുന്നത് എല്ലാ സ്ത്രീകൾക്കും നല്ലൊരു ജോബ് എന്ന് പറയാം, ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ ടാറോ നല്ലൊരു ഗൈഡൻസും നല്ലൊരു എനർജിയും കൂടിയാണ്. നമുക്ക് ഭാവിയിലേക്ക് അതൊരു നല്ലൊരു അതിന് എനിക്കുള്ളൊരു വാക്ക് എനിക്ക് കിട്ടുന്നില്ല, നല്ലൊരു മുതൽക്കൂട്ടാണ് ടാരോ. ക്ഷമിക്കണം, അഭില മാമിൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ കട്ടായി പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ടാരോ പഠിക്കാൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് മാം വീണ്ടും വന്നു, നെറ്റ്വർക്ക് ബ്രേക്ക് ആയെങ്കിലും. അപ്പോൾ ടാരോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. 3 ദിവസം കൊണ്ട് പഠിക്കാം. ടാരോ റീഡിങ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭില മാമിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അഭില മാമിനെ കോൺടാക്ട് ചെയ്യണ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ പോയി ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ അഭില മാമിന് പരിഹാരങ്ങൾ തരാൻ പറ്റുന്നുള്ളതാണ്. കാരണം 2013 തൊട്ട് തന്നെ അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നവും പരിഹാരവും കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യാം. ഓഫ്ലൈനായിട്ട് തൃശ്ശൂരുള്ള ആൾക്കാരാണെങ്കിൽ പോയി കാണാനും മാമിന് കുഴപ്പമില്ല, ഓപ്പൺ ആണ്. അപ്പോൾ എന്താ പറയുക, വളരെ ഒരു യാദൃശ്ചികമായിട്ട് വന്ന് അതിൽ വിജയം കൊയ്ത ഇനിയും ഒരുപാട് വിജയങ്ങൾ കൊയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാമിൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യുക, മാമിനെ പോയി കാണുക. ഐ വിൽ സി. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരാളുടെ കഥയുമായിട്ട് വരുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ സൈനിങ് ഓഫ്.